Namaskaram guys, this is Nishant Srinath here, welcoming you to a new video from Kaido's Financial Management Bootcamp. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് is a very important chapter from our second module and the name of the chapter is Fund Flow Analysis. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം the module that we were in is Tools for Financial Analysis അല്ലേ? Tools for Financial Analysis. So here is our module breakup. 3 ചാപ്റ്റേഴ്സാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. Ratio Analysis, Fund Flow Analysis and Cash Flow Analysis. And ഈ മൊഡ്യൂളിന്റെ പേര് എന്താ? ടൂൾസ് അല്ലേ? ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. ആ ടൂൾസിൽ വരുന്ന 3 എണ്ണമാണ് റേഷ്യോ, ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ. റേഷ്യോ നമ്മൾ വൃത്തിയായിട്ട് തീർത്തു, റൈറ്റ്? നമ്മൾ സ്കൂളിലും ഇഫ് യു ആർ എ കോമേഴ്സ് ഗ്രാജുവേറ്റ്, സ്കൂളിലായാലും 11th 12th അല്ലെങ്കിൽ BCom എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ MCom എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 ഐറ്റംസ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ റേഷ്യോസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫണ്ട് ഫ്ലോ കോമൺ ആണെന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നോട്ട് ആസ് മച്ച് ആസ് റേഷ്യോസ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഫണ്ട് ഫ്ലോ കുറച്ചും കൂടെ റെയർ ആണ് നമ്മുടെ സിലബസിൽ. And the main reason for the same is that ഒന്നാമത്തെ കാര്യം, ഫണ്ട് ഫ്ലോ ഒരു ഇന്റേണൽ ഡോക്യുമെന്റാണ്. അതായത് ഒരു കമ്പനിക്ക് നിർബന്ധമായിട്ടും നിയമപരമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അൺലൈക്ക് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന റൂൾ ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. ഫണ്ട് ഫ്ലോ ആയിരുന്നില്ല. ഫണ്ട് ഫ്ലോ ഇസ് ഇന്റേണൽ ഡോക്യുമെന്റ്. ആൻഡ് രണ്ടാമത്തത് ഇന്റേണൽ ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പാർട്ടീസ് വളരെ കുറവായിരിക്കും. ഈ ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്നുള്ള പേരിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്? കമ്പനിയിൽ എങ്ങനെയാണ് ഫണ്ട് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഫണ്ട് എങ്ങനെയാ കമ്പനിയിൽ മൂവ് ചെയ്യുന്നത്, ഫണ്ട് എങ്ങനെ കമ്പനിയിൽ മൂവ് ചെയ്യുന്നതെന്നാണ് ഈ പെർട്ടിക്കുലർ ടൂള് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗേജ് ചെയ്യുന്നത്. ഈ ഫണ്ടിന്റെ മൂവ്മെന്റ് അറിയാൻ ആർക്കായിരിക്കും താല്പര്യം? എംപ്ലോയീസിന് താല്പര്യം ഉണ്ടാവോ? ഇല്ല. ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യം ഉണ്ടാവോ? ഉണ്ടാകും. ഓണേഴ്സിന് താല്പര്യം ഉണ്ടാവോ? ഉണ്ടാവും. ഇൻവെസ്റ്റേഴ്സ് അല്ലേ? ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്യാപ്, ചുരുക്കി പറഞ്ഞാൽ എംപ്ലോയീസിന് താല്പര്യമില്ല, കസ്റ്റമേഴ്സിന് താല്പര്യമില്ല, സപ്ലയേഴ്സിന് താല്പര്യമില്ല അല്ലെ? അവർക്ക് ആർക്കും വലിയ ഐഡിയ ഇതിനെക്കുറിച്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇതിനെപ്പറ്റി അറിയാനായിട്ട്. ഷെയർ ഹോൾഡേഴ്സിനും ചോദിക്കുകയാണെങ്കിൽ പോലും ഷെയർ ഹോൾഡേഴ്സും ഭയങ്കര ഇൻഡെപ്തായിട്ടൊന്നും ഒരു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ കമ്പനിയുടെ ഫണ്ട് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നോക്കാനൊന്നും പോയെന്ന് വരില്ല. ഇപ്പം ചിലവർ പോയേക്കാട്ടോ. ബട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം, ഈ അനാലിസിസ് അല്ലെങ്കിൽ ഈ ടൂളിന്റെ ഏറ്റവും വലിയ പർപ്പസ് വരുന്നത് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സിനാണ്, ഇതിന്റെ ഓണേഴ്സിനാണ്. അത് ഹൂഎവർ ബ്രിങ്സ് ദ മണി ഇൻ ടു ദ ബിസിനസ്, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം അറിയാനായിട്ട്. സോ ഈ പെർട്ടിക്കുലർ അനാലിസിസിന്റെ ഇൻട്രസ്റ്റഡ് പാർട്ടി അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് വൺ കാറ്റഗറി. ദാറ്റ് ഇസ് എ പീപ്പിൾ ഹു ആർ ബ്രിങ്ങിങ് ഇൻ ദ മണി. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ് ത്രൂ ഔട്ട് അവർ സ്റ്റഡി. അതായത് whoever is bringing in money to the company, and by money what I mean is long term fund. Okay, long term fund, capital, long term purpose എന്നുള്ളത്, like issue of share capital, ഷെയർ ഹോൾഡേഴ്സ് ആവാം, നമ്മൾ ലോങ് ടേം ബോറോയിങ്സ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കി ആ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ കമ്പനിക്ക് എല്ലാം ഫണ്ടാണ്, ഒരു പൂളിലാണ്, ഒരു ഫണ്ട് പൂളിലാണ് പോകുന്നത്. ഈ പൂളിൽ നിന്ന് ഫണ്ട് എങ്ങനെയുള്ള ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പോകുന്നത്. കറക്റ്റ്? യാ. സോ ഈ ഒരു തോട്ട് മൈൻഡിൽ വെച്ച് ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ടോപ്പിക്. ഓക്കെ, യെസ്. അപ്പം ഞാൻ ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിനെ മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട്, ആസ് ഓൾവേസ് ഞാൻ എൻ്റെ എല്ലാ ചാപ്റ്ററും എൻ്റെതായ രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ ചാപ്റ്ററിനെ ഞാൻ 3 പാർട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാർട്ട് നമ്പർ 1 ബേസിക്സ്, ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ഫണ്ട് ഫ്ലോ, വൈ ഡു വി നീഡ് ഫണ്ട് ഫ്ലോ. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ട് ഫ്ലോ അനാലിസിസ്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ I'll give you a couple of explanations. I'll give you a couple of numbers. I'll be giving you some diagrams, and using these numbers and diagrams, I'll give you a visual representation as to why fund flow is important for a company. Okay, and then adu kazhinju we'll move on to the third part, identifying sources and uses, and I think with that part I'll close this video. Adu kazhinju structure of fund flow analysis, we'll go to that topic in the next video. Fine. അപ്പോൾ what we'll be learning here are basics, the importance and identifying. So basics എന്താ നമ്മൾ കാണുന്നത്? Number 1, what is FFS stands for fund flow statement. What is fund flow statement? Why do we need fund flow statement, and what is the meaning of the term movement of funds? Alright, അപ്പോൾ നമുക്ക് what is FFS, why do we need FFS, and let's understand what is movement of funds. Okay, just on the rules lines ഇട്ടോട്ടെ. So, what is FFS? And why we need FFS? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. കറക്റ്റ്? ഓക്കെ, നമ്മളൊരു കമ്പനിയിൽ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന 2 documents and things. See, we prepare our journal, we prepare our ledger, we reach our trial balance, and trial balance in we reach our P&L and balance sheet. Correct? P&L lekkum balance sheet lekkum nammal ettu. Correct? That's where we reach. Appo
every entity without fail will be preparing their statement of profit or loss and balance sheet. ശരിയല്ലേ? What does these two statements tell us? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ടെൽസ് us what is the profit or loss generated or incurred in a year, in a period, അല്ലേ? Whereas balance sheet നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? Balance sheet tells us about the financial position of the company. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ P&L tells us about the financial performance, അല്ലേ? ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സിന് കിട്ടുക. Now these, it's fair to say that ഈ രണ്ടെണ്ണം are ട്രഡീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രഡീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിലും is it possible for us to understand how funds moved in our company, how funds moved and capitals ഇടുക, moved in the entity, അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് P&L നോക്കിയാൽ എവിടെ നിന്ന് ക്യാഷ് വന്നു, എങ്ങനെ ക്യാഷ് പോയി, ഏത് ഇപ്പോൾ ക്യാപിറ്റൽ എനിക്ക് ഷെയർ ക്യാപിറ്റൽ എനിക്ക് ഇത്ര ലക്ഷം ഉണ്ട്, ആ ഷെയർ ക്യാപിറ്റൽ എങ്ങനെ വന്നു, ആ ഷെയർ ക്യാപിറ്റൽ എങ്ങോട്ട് പോയി, ഇന്ന ഷെയർ ക്യാപിറ്റൽ വെച്ചാണോ ഞാൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്തത് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ഫിനാൻസ് ചെയ്തത്, കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതായത് ഹൗ മച്ച് ഫണ്ട് വാസ്, ശ്രദ്ധിച്ചേക്കുക, മൊബിലൈസ്ഡ് and how much fund was utilized. ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ ബാലൻസ് ഷീറ്റ് നോക്കി കണ്ടിരുന്നു? ബാലൻസ് ഷീറ്റ് നോക്കി നമുക്ക് ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്, ലോങ് ടേം ബോറിങ്സ് എത്രയുണ്ട്, ഡിബഞ്ചേഴ്സ് എത്രയുണ്ട്, അതൊക്കെ കിട്ടും. അതിനൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ അതെങ്ങനെയാണ്, എവിടെയാണ് യൂട്ടിലൈസ് ചെയ്തതെന്ന് കാണാൻ പറ്റുമോ? ഇല്ല, ഉറപ്പായിട്ടും പറ്റില്ല, അല്ലേ? ഈ പെർട്ടിക്കുലർ പ്രൊസീജിയർ, അതായത് എത്ര മൊബിലൈസ് ചെയ്തു, എത്ര യൂട്ടിലൈസ് ചെയ്തു, ഇതിനെയാണ് നമ്മൾ മൂവ്മെന്റ് ഓഫ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. അത് ഫ്രം വേർ ഫണ്ട് കേം ആൻഡ് ടു വേർ ഫണ്ട് വെന്റ്. ഫണ്ടിന്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ അത് അനലൈസ് ചെയ്യലാണ് മൂവ്മെന്റ് ഓഫ് ഫണ്ട്സ്. ആൻഡ് ഇറ്റ്സ് പ്രിസൈസ്ലി ദിസ് മൂവ്മെന്റ് ഓഫ് ഫണ്ട് നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ നിന്നും പഠിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി ഇത് എന്തിനാ ചെയ്യണമെന്നറിയോ? വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് മൈ മൊഡ്യൂൾ വൺസ് അഗൈൻ. വാട്ട് ഇസ് മൂവ്മെന്റ് ഓഫ് ഫണ്ട്? ഓക്കെ, മൂവ്മെന്റ് ഓഫ് ഫണ്ട് എന്താണെന്ന് മനസ്സിലായി. Now the reason why we analyze this movement of fund is, ഒരു കമ്പനിക്ക് സേ ലോങ് ടേം ഫണ്ട് ആണ് കൂടുതൽ എന്ന് പറയുമ്പോൾ, when long term fund is more for a company, ഇങ്ങനെ പറയണ്ട, when an entity has more of long term fund, let's change the pen setting, this is better. When a company has more long term fund, it means they are in a position of better liquidity. Whereas ഒരു കമ്പനിക്ക് more short term funds ആണെങ്കിൽ their liquidity position is affected. This affects liquidity. See, liquidity എന്ന് പറയുന്നത് നമ്മൾ റേഷ്യോയിൽ പഠിച്ചു, the ability to pay off your obligations, അല്ലേ? No, ലോങ് ടേം ഫണ്ട്സ് കൂടുതൽ പറയുമ്പോൾ ബെറ്റർ ലിക്വിഡിറ്റി എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരിക്കുന്ന ഫണ്ടുകളൊക്കെ തീർച്ചയായിട്ടും ഒരു വർഷത്തിൽ കൂടുതൽ പീരീഡ് കഴിഞ്ഞ് തിരിച്ച് പേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആസ് ഇറ്റ് ഇസ് കമ്പനി ഒന്ന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ലാസ്റ്റിൽ ക്യാഷ് ഉണ്ട്, അത് വെച്ച് കാര്യങ്ങളെല്ലാം പേ ചെയ്യാം. കാരണം അതിന് പേ ചെയ്യാൻ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, കാരണം എല്ലാം ലോങ് റൺ റെസ്പോൺസിബിലിറ്റീസാണ്. പക്ഷെ ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്, നമ്മൾ കൂടുതൽ ഷോർട്ട് ടേം ലോൺസ്, ഷോർട്ട് ടേം ബോറിങ്സ് എടുത്തേക്കണമെങ്കിൽ കമ്പനിക്ക് ഈ പെർട്ടിക്കുലർ പീരീഡിൽ ഈ പെർട്ടിക്കുലർ ലോൺസും ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരില്ലേ? കാരണം എല്ലാം ഷോർട്ട് ടേം, ഈ ഒരു വർഷത്തിലെടുത്ത ലോൺ ഈ വർഷത്തിന് ക്ലോസ് ചെയ്യണ്ടേ? അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു 50 ലക്ഷം കയ്യിലെടുത്തു, ലോങ് ടേം ഫണ്ടാന്ന് വെച്ചോ, അത് വെച്ച് ഞാൻ കമ്പനിക്ക് വേണ്ട ഫിക്സഡ് അസറ്റ് മേടിക്കുന്നു, അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് മേടിക്കുന്നു, ഫംഗ്ഷൻ ചെയ്യുന്നു. ഇനി ആ കറണ്ട് അസറ്റ്സ് റോ മെറ്റീരിയൽ മാറി സെമി ഫിനിഷ് ഗുഡ്സ് ആയി വിറ്റ് കയ്യിലേക്ക് കാശ് വരുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഈ ലോങ് ടേം ഫണ്ട് വിറ്റ് തീർക്കാം, ക്ലോസ് ചെയ്ത് തീർക്കാം. കാരണം എന്താ, ഈ പെർട്ടിക്കുലർ കറണ്ട് അസറ്റ്സ് ഞാൻ ഫിനിഷ് ഗുഡ്സ് ആക്കി വിൽക്കണമെന്ന് ഞാൻ ചിലപ്പോൾ ഒരു വർഷം ടൈം ഗ്യാപ്പിലായിരിക്കും. ഒരു വർഷം കൊണ്ട് എനിക്ക് കാശ് കയ്യിലേക്ക് വരും, പക്ഷേ തിരിച്ചടക്കേണ്ട അളവോ
ലോങ് ടേം ഫണ്ടാണ്, ഒരു 2-3 വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി. അപ്പോൾ ഒരു വർഷത്തിൽ എൻ്റെ കയ്യിലേക്ക് ക്യാഷ് വന്നു. പക്ഷേ ഷോർട്ട് ടേം ഫണ്ടാണ് എൻ്റെ കയ്യിൽ കൂടുതലെങ്കിലോ തിരിഞ്ഞു പെട്ടു. ഒരു വർഷം കൊണ്ട് തന്നെ എൻ്റെ കടങ്ങൾ മൊത്തം തിരിച്ചടക്കണം ഞാൻ. മനസ്സിലായോ? ഒരു വർഷം കൊണ്ട് തന്നെ എൻ്റെ ക്യാപിറ്റൽ മൊത്തം ഞാൻ റീപേ ചെയ്ത് തീർക്കണം. പക്ഷെ എൻ്റെ കയ്യിലാണെങ്കിൽ അതിനുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഞാൻ ലിമിറ്റഡ് ആണ്. കാരണം ഇതേപോലെ തന്നെ 50 ലക്ഷം ഞാൻ ഷോർട്ട് ടേം ഫണ്ട് എടുത്തു എൻ്റെ കമ്പനിയെ ഫിനാൻസ് ചെയ്തു. കമ്പനിക്ക് ഫിനാൻസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് റോ മെറ്റീരിയൽ മേടിക്കണം, ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ പേ ചെയ്ത് വന്ന് ഒരു സൈക്കിൾ ഉണ്ടല്ലോ തിരിച്ചു വരാനായിട്ട്. ആ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ കഴുത്തിന് പിടിച്ചിരിക്കുക. ഞാൻ ഫിനാൻഷ്യൽ മാനേജറാണ്, എൻ്റെ കമ്പനി എൻ്റെ കഴുത്തിലേക്ക് പിടിച്ച് ആ കട അടച്ചു തീർക്കുക, ആ ലോൺ, ആ മറ്റേത് മറിച്ചത്, ആ ബോറോ ഇങ്ങനെ അടച്ചു തീർക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പെടില്ലേ? കമ്പനി പെടില്ലേ? അപ്പോൾ കമ്പനിക്ക് ഒരു എന്താ പറയുക, ഇങ്ങനെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും പേ ചെയ്ത് തീർക്കണം എന്ന്. അപ്പം അങ്ങനെ പേ ചെയ്ത് തീർക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് പേ ചെയ്ത് തീർക്കാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ചെന്ന് എത്തിയേക്കാം. അപ്പോൾ ഇറ്റ് എഫക്ട്സ് ആർ ലിക്വിഡിറ്റി അല്ലേ? അപ്പോൾ ദാറ്റ്സ് ബാഡ് ഫോർ ദ കമ്പനി. കറക്റ്റ്. അപ്പോൾ എപ്പോഴും ഒരു കമ്പനിക്ക് ഫോക്കസ് വേണ്ടത് അവരുടെ ലോങ് ടേം ഫണ്ടായിരിക്കണം കൂടുതൽ. ഇപ്പം ഇത് മനസ്സിലായില്ലെങ്കിൽ ഡോണ്ട് വറി, കുറച്ച് നമ്പേഴ്സ് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞില്ലേ, ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഈ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വയ്ക്കുക. അതായത് മോർ ലോങ് ടേം ഫണ്ട്സ് മീൻസ് മോർ ലിക്വിഡിറ്റി, ബെറ്റർ ലിക്വിഡിറ്റി, ദാറ്റ് ഇസ് ബെറ്റർ ലോങ് ടേം സ്റ്റെബിലിറ്റി ഓർ സോൾവൻസി എന്ന് പറയാം. Whereas more short-term funds ആണെങ്കിൽ it affects your liquidity and your long-term stability and solvency is at risk. Okay? അപ്പോൾ നമ്മൾ ഈ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ നിന്ന് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വി അണ്ടർസ്റ്റാൻഡ് നമുക്ക് എന്തൊക്കെ ഫണ്ട് ഉണ്ട്, എന്തൊക്കെ ഫണ്ട് ആവാം. അത് ലോങ് ടേം ഫണ്ട് ആവാം, ഷോർട്ട് ടേം ഫണ്ട് ആകാം അല്ലേ? ഈ ഫണ്ടിനെ നമ്മൾ എവിടെ നിന്ന് മൊബിലൈസ് ചെയ്തു, എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു. സോ വാട്ട് വി അനലൈസ് ഹിയർ ഇസ് ദ മൂവ്മെന്റ് ഓഫ് ഫണ്ട്. Now how do you analyze the movement of fund? You analyze the movement of fund first by analyzing couple of things. Number one being the nature of the fund. ഇക്വിറ്റി ആണോ, ഡെറ്റ് ആണോ, വാട്ട് എവർ ഇറ്റ് ഇസ്, എങ്ങനെയാണ് ഫണ്ടിന്റെ നേച്ചർ എന്താണെന്നുള്ളത്. നമ്പർ 2, സോഴ്സ് ഓഫ് ദ ഫണ്ട്. ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണോ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണോ, എങ്ങനെയാണ്, വാട്ട് എവർ ഇറ്റ് ഇസ്. സോറി, ഡെറ്റ് ആണെങ്കിൽ ലോങ് ടേം ബോറോയിങ്സ് ആണോ, ഡിബെഞ്ചേഴ്സ് ആണോ, ബോൺസ് ആണോ. ആൻഡ് ഫൈനലി ഇതിപ്പോൾ നേച്ചറിൽ നിന്ന് സോഴ്സിൽ നിന്ന് എന്താ കിട്ടിയേ, ഫണ്ട് എങ്ങനെയാണ് എവിടെ നിന്നാണ് മൊബിലൈസ് ചെയ്തെന്ന് കിട്ടി. മൂന്നാമത് വി അനലൈസ് ദ യൂസേജ് ഓഫ് ഫണ്ട്. അത് ഫണ്ട് എങ്ങനെയാ യൂട്ടിലൈസ് ചെയ്തെന്നുള്ളത്. Now all this we do with respect to a particular thing called timing. അതായത് ഫണ്ട് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് അനലൈസ് ചെയ്തിട്ട്. ഓൾ റൈറ്റ്, മൂവ്മെന്റിൽ നമ്മൾ നോക്കുന്നത് വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് അവർ ഫണ്ട്, വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് അവർ ഫണ്ട്, ഹൗ ആർ വി യൂസിങ് ഇറ്റ്, ആൻഡ് ഓൾ ദിസ് ഇസ് അനലൈസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ടൈമിങ്. എപ്പോൾ, എങ്ങനെ, എന്ത് കാലയളവിൽ ഞാൻ ഈ ഫണ്ട്സിനെ അടച്ചു തീർക്കണം. ക്ലിയർ, സിമ്പിൾ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി വേണമെങ്കിൽ നമുക്ക് ആ ഒരു നമ്പേഴ്സിലേക്ക് കടക്കാം. നമ്പേഴ്സിലേക്ക് കടന്നിട്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് ദ സെക്കൻഡ് പാർട്ട്, റൈറ്റ്? ഇമ്പോർട്ടൻസ് ഓഫ് FFA. ഇത് നമുക്ക് എക്സ്പ്ലനേഷൻ നമ്പേഴ്സിൽ നമുക്ക് നോക്കാം. I'll just give you a couple of numbers and help you analyze. So here we have a small Excel file. See, നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം പെർട്ടിക്കുലേഴ്സ്, ലോങ് ടേം ഫണ്ട്, ഷോർട്ട് ടേം ഫണ്ട്സ് ടോട്ടൽ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് ടേം അസറ്റ്സ്, ലോങ് ടേം അസറ്റ്സ്, ഷോർട്ട് ടേം അസറ്റ്സ് ടോട്ടൽ ഇട്ടിട്ടുണ്ട്. 3 കമ്പനീസ് A, B and C. Just get my pen. All right. ഇതിങ്ങനെ നോക്കുമ്പോൾ സിമ്പിളായിട്ട് നോക്കുമ്പോൾ 3 കമ്പനിക്കും 100 ലയബിലിറ്റീസ്, 100 അസറ്റ്സ്. ഓക്കെ, ഇപ്പം ഈ ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് ഇതെന്ന് പറയുന്നത് അസറ്റ്സ്. ഇങ്ങനെ നോക്കിയാൽ 100 ലയബിലിറ്റി ഉള്ളവർക്ക് 100 അസറ്റ്സ് അല്ലേ? ക്ലിയർ, എക്കായാലും ബിക്കായാലും സിക്കായാലും. ബട്ട് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 3 കമ്പനീസ് കണ്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? സി, ഫോർ സ്റ്റാർട്ടേഴ്സ് നമുക്കൊന്ന് പതുക്കെ അനലൈസ് ചെയ്ത് നോക്കാം. എ എന്നുള്ള കമ്പനി ആണെങ്കിൽ അതിന് ലോങ് ടേം ഫണ്ട്സ് 50 ഉണ്ട്. ഓക്കെ, ലോങ് ടേം ഫണ്ട്സ് 50 ഉണ്ട്, ലോങ് ടേം അസറ്റും 50 ഉണ്ട്. അതായത് എ റബ് ദിസ് ഓഫ്, റൈറ്റിംഗ് വേണ്ട, എ വളരെ ക്ലിയർ ആയിട്ട് എയുടെ ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ച് ലോങ് ടേം അസറ്റ് 50 മേടിച്ചു കൂട്ടി. കറക്റ്റ്, പ്രശ്നമൊന്നുമില്ലല്ലോ, ഫൈൻ. ലോങ് ടേം അസറ്റ് ലോങ് ടേം ഫണ്ട് വെച്ച് മേടിച്ചു. അപ്പോൾ എനിക്ക് ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ 3-4 വർഷം
അല്ലെങ്കിൽ 5, 10, 15 വർഷം കഴിഞ്ഞ് അടച്ചു തീർക്കേണ്ടതായിരിക്കും. ലോങ് ടേം അസറ്റ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ 5, 10 വർഷം കൊണ്ട് എനിക്ക് റിട്ടേൺ തന്നതായിരിക്കും. അപ്പോൾ റിട്ടേൺ തരുമ്പോൾ എനിക്ക് ആ ഫണ്ട് അടച്ചു തീർക്കാം അല്ലേ. ഇനി ഇപ്പുറത്തേക്ക് നോക്കിയേ, ഷോർട്ട് ടേമിന് നോക്കിയേ. തന്നെ ഷോർട്ട് ടേം ഫണ്ട് വെച്ച് ഷോർട്ട് ടേം അസറ്റ്സ് മേടിച്ചു. അത് ഇപ്പുറത്ത് വരയ്ക്കാം അല്ലേ. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെറ്റർ. വിൽ ഡ്രോ ദാറ്റ് ദേർ. പി ആണെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട് വെച്ച് ഷോർട്ട് ടേം അസറ്റ്സ് മേടിച്ചു. അപ്പോൾ ക്ലിയർ. 50 രൂപ ഒരു 1 ഇയർ ടൈം പീരീഡുള്ള ലോൺ ഞാൻ എടുത്തു. 50 രൂപ കൊണ്ട് ഞാൻ ഷോർട്ട് ടേം അസറ്റ്സ്. ഇപ്പോൾ ഷോർട്ട് ടേം അസറ്റ്സ് എന്തൊക്കെയാവുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന റോ മെറ്റീരിയൽ, ഫിനിഷ് ഗുഡ്സിലോ വാട്ടർ എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് കിട്ടുമെന്ന് പറയാം. അപ്പോൾ അതെനിക്ക് ഒരു വർഷം കൊണ്ട് റിട്ടേൺ കിട്ടും. അപ്പോൾ എനിക്ക് 50 ഒരു വർഷം കൊണ്ട് റിട്ടേൺ കിട്ടുമ്പോഴത്തേക്കും എനിക്ക് 50 പേ ഓഫ് തീർക്കാനും പറ്റും. അപ്പോൾ എയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ, ഒരു പ്രശ്നമില്ല എയുടെ കാര്യത്തിൽ. ഇനി ബിയുടെ കാര്യത്തിലേക്കോ. ബിയുടെ കേസ് നോക്കിയേ. ബിയുടെ ലോങ് ടേം ഫണ്ട് 50-ൽ നിന്നും 25-ലേക്ക് കുറഞ്ഞു. ഓക്കെ, പക്ഷെ അസറ്റ്സ് നോക്കുകയാണെങ്കിൽ മാറിയിട്ടില്ല. അസറ്റ്സ് എയുടെയും ബിയുടെയും സീയുടെ സെയിം ആകണം. 50-50. ബി എന്താ ചെയ്തേ, ഈ 25 ലോങ് ടേം ഫണ്ടല്ലേ, ഇനി ടോട്ടൽ ലയബിലിറ്റി സെയിം ആക്കാനായിട്ട് അവരവരുടെ ലോങ് ടേം ഫണ്ട് കുറച്ചതിന് ഷോർട്ട് ടേം ഫണ്ട് കൂട്ടി ബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയാം എന്താ അവസ്ഥ എന്നുള്ളത്. ബിയുടെ 25 രൂപ ലോങ് ടേം ഫണ്ട് കൊണ്ട് ലോങ് ടേം അസറ്റിൽ ഇട്ടു എന്ന് വയ്ക്കുക. ലോങ് ടേം അസറ്റിൽ ഇപ്പോൾ 25 രൂപ കൊടുത്ത് ലോങ് ടേം അസറ്റിൽ കൊണ്ടിട്ടു. പക്ഷെ ലോങ് ടേം അസറ്റ് 50 രൂപയുടെ മേടിക്കണം. ബിക്ക് മേടിക്കാൻ പറ്റുമോ മൊത്തം? പറ്റില്ല. അപ്പോൾ ബി എന്ത് ചെയ്യും? ഇനിയും കയ്യിൽ ക്യാഷ് വേണം. അപ്പോൾ ഈ ഷോർട്ട് ടേം ഫണ്ട് 75 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പോർഷൻ ഈ 50-ലിടും. 75-ന്ന് ഒരു 25 50-ലിടും. 75-ന് 25 ഇട്ടാൽ ബാക്കി എത്രയുണ്ട്? 50 ഉണ്ട്. ആ 50 ഷോർട്ട് ടേം അസറ്റിൽ കൊണ്ടിട്ടു. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ശരി, ഞാനെന്താ, ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല അല്ലേ. പക്ഷെ എന്താ ഇഷ്യൂ വരാൻ പോണെന്ന് അറിയാമോ? ഈ പെർട്ടിക്കുലർ 75-ല്ലേ, ഒരു വർഷമോ അതിന് കുറവ് കാലയളവിലോ അടച്ചു തീർക്കേണ്ട ഫണ്ടാണ്. ആ പീരീഡിനുള്ളിൽ തിരിച്ചടയ്ക്കണം നമ്മൾ. ഓക്കെ, നമ്മൾ ഷോർട്ട് ടേം അസറ്റ്സിലേക്ക് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റിയ ഒരു 50 രൂപ നമ്മുടെ ഉണ്ട്. അപ്പോൾ 75 രൂപ 50 നമുക്ക് ഒരു കൊല്ലം കൊണ്ട് അടച്ചു തീർക്കാം. പക്ഷെ 75 രൂപ 25 ബാക്കിയില്ല. അത് എങ്ങോട്ടാ പോയത്? ഇത് ഇവിടെയാ പോയത്. ഇതെന്താ ഐറ്റം? ലോങ് ടേം അസറ്റ് ഐറ്റം. ഒരു ലോങ് ടേം അസറ്റ് നമുക്ക് ഒരു കൊല്ലം കൊണ്ട് റിയലൈസേഷൻ കിട്ടും. ഇപ്പം ഞാനൊരു പ്ലോട്ട് ലാൻഡ് മേടിച്ചു, അവിടെ ഒരു ഫാക്ടറി പണിഞ്ഞു. ആ ലോങ് ടേം അസറ്റാണ്. ആ ഫാക്ടറി പണിഞ്ഞ ലാൻഡ് ഞാൻ ഒരു കൊല്ലം കൊണ്ട് വിറ്റ് തീർക്കും. ഇല്ലല്ലോ, അതിൻ്റെ കുറേ കാലം എൻ്റെ ഇരുന്നിട്ടായിരിക്കും അതിൻ്റെ റിട്ടേൺ എനിക്ക് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പം ഞാൻ ഈ 75 പേ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ എൻ്റെ 50-ൻ്റെ സാധനം എൻ്റെ ഉണ്ട്, പക്ഷേ ഒരു 25-ൻ്റെ സാധനം ഇല്ല. ഞാൻ എൻ്റെ കടക്കാരോട് സോറി സാർ, എൻ്റെ ഇങ്ങനെ ഇല്ല, എൻ്റെ ക്ഷമിക്കണം. കടക്കാരൻ എന്ത് ചെയ്യും? ലീഗൽ മെഷേഴ്സിനും കേസ് കൊടുക്കും. കേസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? പണിയായി. എൻ്റെ കയ്യിലുള്ള ലോങ് ടേം അസറ്റ്സ് ജപ്തി ചെയ്യുക, അല്ലെങ്കിൽ അത് വിറ്റിട്ട് അതിൽ നിന്നുള്ള ക്യാഷ് കൊണ്ട് ഞാൻ എൻ്റെ ഷോർട്ട് ടേം ഫണ്ട്സ് ക്ലോസ് ചെയ്യേണ്ടി വരും അല്ലേ. നിങ്ങൾ എപ്പോഴും മൈൻഡിലേക്ക് ഒരു കാര്യമുണ്ട്, എന്ന് ഒരു കമ്പനി ആ കമ്പനിയുടെ ലോങ് ടേം ഫണ്ട് കൊണ്ട് ലോങ് ടേം അസറ്റ് ഇപ്പം നമ്മുടെ കേസിലെ ലാൻഡും ബിൽഡിങ്ങും വെച്ചു നമ്മൾ, അതുകൊണ്ട് ഷോർട്ട് ടേം ഫണ്ട് പേ ഓഫ് ചെയ്യാൻ തുടങ്ങുന്നുവോ അന്ന് തുടങ്ങി ആ കമ്പനിയുടെ മോശം ടൈം. പിന്നെ കമ്പനിക്ക് റിവൈവൽ ഇല്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ലാൻഡ് വിറ്റിട്ട്, ഇപ്പം എൻ്റെ ഫാക്ടറിയുടെ ലാൻഡ് വിറ്റിട്ട് എൻ്റെ ഷോർട്ട് ടേം ഫണ്ട് ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ ബിസിനസ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ ഫാക്ടറിയുടെ മെഷീൻസ് വിറ്റിട്ട് ഞാൻ എൻ്റെ ക്രെഡിറ്റേഴ്സിനെ പേ ചെയ്യുകയാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ, നടക്കണ കേസല്ല അല്ലേ. കാരണം ഈ ഫാക്ടറിയുടെ ലാൻഡ്, മെഷീൻസ്, ബിൽഡിങ് അതൊക്കെ ലോങ് ടേം ഫണ്ടിൽ നിന്ന് വരേണ്ടതായിരുന്നു. അത് ലോങ് ടേം ഫണ്ട്സ് ഓർ ലോങ് ടേം സോഴ്സിൽ നിന്ന് വരേണ്ടതായിരുന്നു അല്ലേ. മിസ്അപ്രോപ്രിയേഷൻ ഞാൻ ചെയ്തു, മണ്ടത്തരം കാട്ടി അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം ബി പ്രശ്നത്തിലാണ് അല്ലേ. ബി എന്തായാലും പ്രശ്നത്തിലാണ്. പക്ഷെ എയുടെ കേസ് നോക്കുകയാണെങ്കിൽ എ ഇസ് ലൈക്ക് ഫൈൻ, ഓക്കെ, കുഴപ്പമില്ല, എ ഇസ് ഫൈൻ അല്ലേ. ഇനി സിയിലേക്ക് പോവാം. സിയുടെ കേസ് നോക്കിയേ. ഇവിടെ ലോങ് ടേം ഫണ്ട്സ് നല്ലപോലെ കൂടി, ബട്ട് ഷോർട്ട് ടേം ഫണ്ട്സ് കുറഞ്ഞു. ഓക്കെ, ഈ ലോങ് ടേം വെച്ച് ഞാൻ എൻ്റെ ലോങ് ടേം അസറ്റ്സ് മേടിച്ചു. 50 രൂപ മേടിച്ചു. 50 രൂപയ്ക്കുള്ള അസറ്റ്സ് എൻ്റെ ലാൻഡും ബിൽഡിംഗ് ഒക്കെ മേടിച്ചു. ബാക്കി 25 ഉണ്ടല്ലോ, അതെങ്ങോട്ട് വിട്ടു ഞാൻ? അത് ഞാൻ ഇങ്ങോട്ട് വിട്ടു. അപ്പോൾ ഇവിടെ 25 ഫില്ലിനായി. ബാക്കി 25 ഞാൻ ഇവിടെ നിന്ന് ഫില്ലും ചെയ്യിച്ചു. ക്ലിയർ? അപ്പോൾ എൻ്റെ പോയിന്റിൽ നിന്ന്, ഈ കമ്പനിയുടെ പോയിന്റിൽ നോക്കാം. ഈ 50 രൂപ എന്തായാലും എനിക്ക് ഒരു വർഷം കൊണ്ട് തിരിച്ചു കിട്ടും. ഈ 50 എനിക്ക് എന്തായാലും ഒരു വർഷം കൊണ്ട് ആ ഒരു കാലയളവിൽ തിരിച്ചു കിട്ടും. ആ തിരിച്ചു കിട്ടുമ്പോൾ എനിക്ക് ഇത് പേ ഓഫ് ചെയ്യാം അല്ലേ. ഇനി ഒരു 25 ബാക്കിയുള്ളത് ഇത് പേ ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാമല്ലോ. പക്ഷെ എൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം എനിക്ക് ഇപ്പം തന്നെ പേ ഓഫ് ചെയ്യണമെന്നില്ല. കറക്റ്റ്? കാരണം അത് ലോങ് ടേം ഫണ്ടാണ്. അപ്പോൾ അതൊക്കെ പേ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ 25-ൻ്റെ മിച്ചം കയ്യിലുണ്ടേ, ആശ്വാസമായി, റിലാക്സായി. അപ്പം ഞാൻ നോക്കുമ്പോൾ
ഞാൻ 50 വിറ്റ് ഉടനടി ഇപ്പം തന്നെ കാശ് കൊടുക്കണവർക്ക് 25 കൊടുത്ത് തീർത്തു. പിന്നെ ഒരു 25 അതിൽ ബാക്കിയിരിക്കുക. ബാക്കിയുള്ള ഒരു 3-4 വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ എവിടെ സ്ട്രോങ് ആയി, എൻ്റെ പൊസിഷൻ നല്ല സ്ട്രോങ് ആയി. അല്ലേ? കറക്റ്റ്. This analysis tells you that C is in a very, very good position. C is in a very, very good position. കാരണം സിക്ക് എന്താ കൂടുതൽ? ലോങ് ടേം ഫണ്ട്സ് ആണ് കൂടുതൽ. മോർ ലോങ് ടേം ഫണ്ട്സ്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ലോങ് ടേം ഫണ്ട്സ് കൂടുമ്പോൾ ബെറ്റർ ലിക്വിഡിറ്റി, ലോങ് ടേം സ്റ്റെബിലിറ്റി. കണ്ടോ? കാര്യം മനസ്സിലായോ? ഇനി അതേസമയം ബീനെ നോക്കിയേ, ലോങ് ടേം അല്ല, ഷോർട്ട് ടേം ഫണ്ടാ കൂടുതൽ. ഷോർട്ട് ടേം ഫണ്ട് കൂടുമ്പോൾ എന്ത് പറ്റും? എഫ്എക്സ് ലിക്വിഡിറ്റി, ലോങ് ടേം സ്റ്റെബിലിറ്റിയും സോളൻസി റിസ്കിലായി. ഈ കമ്പനി പെട്ടില്ലേ? ബിയുടെ കയ്യിലുള്ള ഭൂമിയും മെഷീൻസും ഫിക്സഡ് അസറ്റ്സും വിറ്റ് വേണം കറണ്ട് ലയബിലിറ്റി തീർക്കാനായിട്ട്. നടക്കുമോ അത്? ആ കമ്പനിക്ക് ഭാവി ഉണ്ടോ? ഇല്ല. ഇനി എയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലോങ് ടേം ഫണ്ടും ഷോർട്ട് ടേം ഫണ്ട് ഈക്വൽ സ്റ്റേജാണ്. അപ്പോൾ ഓക്കെ എന്ന് പറയാം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. സോ ഇമാജിൻ എൻ്റെ ഈ 1 ഇയറിൽ പേ ചെയ്യാനുള്ള കടക്കാർ വന്നിട്ട് 50 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഷോർട്ട് ടേം അസറ്റ്സ് ഉണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ നോക്കുമ്പോൾ ഈ ഷോർട്ട് ടേം അസറ്റ്സിൽ ഒരു 30 രൂപ എനിക്ക് ഉടനടി കൊടുക്കാം. വേറൊരു 20 രൂപ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതെനിക്ക് അപ്പം തന്നെ ലിക്വിഡാക്കി ക്യാഷാക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ സംഭവിച്ചേക്കാം അല്ലേ? അപ്പം എനിക്ക് ഈ 50-ൽ 30 എനിക്ക് പേ ഓഫ് ചെയ്യാം. പക്ഷെ ബാക്കി 20-ൽ അത് എങ്ങനെ പേ ഓഫ് ചെയ്യും? പെട്ടില്ലേ? അപ്പോൾ പിന്നെ എനിക്ക് വേറെ മാർഗ്ഗമില്ല. ഞാൻ ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെയെങ്കിലും എത്രയെങ്കിലും വേഗം പേ ഓഫ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പേരോട് പറയും, സാർ എനിക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് കൺവേർട്ട് ചെയ്യുന്ന ഒരു 2 ആഴ്ച സമയം എന്താ, ഒരു മാസം സമയം ഞാൻ തിരിച്ച് പേ ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ക്രെഡിറ്റർ സമ്മതിക്കുമായിരിക്കും, നമുക്ക് ഷോർട്ട് ടേം ഫണ്ട് നല്ല സമ്മതിക്കുമായിരിക്കും. പക്ഷേ പിന്നീട് അയാൾ നമ്മൾ കാശ് ചോദിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കും, നമുക്ക് തരാണ്ടിരിക്കാം. കാരണം എന്താ? നമ്മൾ നേരത്തെ ഡെഡ് ലൈൻ തെറ്റിച്ചു. അല്ലെങ്കിൽ ഡെഡ് ലൈൻ തെറ്റിച്ചു കുഴപ്പമില്ല, നമ്മുടെ കൂടുതൽ പലിശ മേടിക്കും. പണിയായില്ല നമുക്ക്. അപ്പം എന്താണ് ഏറ്റവും നല്ല കണ്ടീഷൻ ഇവിടെ? ദ ബെസ്റ്റ് കണ്ടീഷൻ ഹിയർ ഇസ് സി. ആൻഡ് സി ഇസ് എ കണ്ടീഷൻ വെയർ ലോങ് ടേം ഫണ്ട് ഇസ് മോർ. ബി ഇസ് എ കണ്ടീഷൻ വെയർ ഷോർട്ട് ടേം ഫണ്ട് ഇസ് മോർ. ഇവിടെ ഷോർട്ട് ടേം ഫണ്ടും ലോങ് ടേം ഫണ്ടും മോർ ഒന്നുമില്ല, സെയിം. എപ്പോഴും ഓർക്കുക, ഹാവിങ് മോർ ലോങ് ടേം ഫണ്ട്സ് ഇസ് ദ ബെസ്റ്റ് കണ്ടീഷൻ ഫോർ എ കമ്പനി. ഓക്കെ? എപ്പോഴും. കാരണം എന്താ? മിച്ചം വരുന്ന ലോങ് ടേം ഫണ്ട് കൊണ്ട് നിങ്ങൾ ഷോർട്ട് ടേം അസറ്റ്സ് കൊണ്ടിടും. ഷോർട്ട് ടേം അസറ്റ്സ് കൊണ്ടിടാന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് കൊണ്ടേ മേടിക്കും. കറണ്ട് അസറ്റ്സ് മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ കൊണ്ടിടും, ഡേ ടു ഡേ അഫയർസിന് വേണ്ടി. ക്ലിയർ? സോ യെസ്, ദാറ്റ്സ് വാട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ അനാലിസിസ് വിൽ ടെൽ us. എങ്ങനെ ഈ കമ്പനി ഉപയോഗിച്ച ഫണ്ട്, എവിടെ നിന്ന് കമ്പനി ഫണ്ട് കൊണ്ടുവന്നു, ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ, അത് എങ്ങനെ ഉപയോഗിച്ചു, ലോങ് ടേമിലാണോ ഷോർട്ട് ടേം അസറ്റ്സിലാണോ ഉപയോഗിച്ചത്, അതിനി എങ്ങനെ നമുക്ക് പേ ഓഫ് ചെയ്ത് തീർക്കാൻ പറ്റും, ഹൗ ക്യാൻ വി യൂട്ടിലൈസ് ഓർ പേ ഓഫ് ദീസ് യൂട്ടിലൈസ്ഡ് ഫണ്ട്സ്. ഓക്കെ, സോ ഇൻ മൈ മോഡ്യൂൾ ദ നെക്സ്റ്റ് ഐറ്റം ഇറ്റ് സേസ് എക്സ്പ്ലനേഷൻ വിത്ത് ഡയഗ്രാം. ഓക്കെ, ഞാനൊരു ഡയഗ്രാം വരച്ച് കാണിച്ചാൽ. അപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ബേസിൽ തന്നെ വിൽ ഡ്രോ സിമ്പിൾ ഡയഗ്രാം. ഓക്കെ, സിമ്പിൾ ഡയഗ്രാം. സി, മോർ ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇതാണ് കമ്പനിക്ക് നല്ലത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഹൗ ഡസ് ദാറ്റ് വർക്ക്? ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ it depends on usage of long term fund. ഇപ്പം എൻ്റെ ലോങ് ടേം ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. അതായത് എനിക്കിപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പോൾ സിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 75 ലോങ് ടേം ഫണ്ട് ഉണ്ട്. അതിൽ 25 ഞാൻ ലോങ് ടേം അസറ്റിലിട്ടു. 75 ലോങ് ടേം ഫണ്ട് ഉണ്ട്. അതിൽ 50 ഞാനിവിടെ ഇട്ടു, ബാക്കി 25 ഞാൻ ഇവിടെ ഇട്ടു, അല്ലേ? അപ്പം അതായത് എനിക്ക് യൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ വേണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ലോങ് ടേം ഫണ്ടിനെ ഐ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ബോത്ത് ലോങ് ടേം അസറ്റ്സ് ആൻഡ് ഷോർട്ട് ടേം അസറ്റ്സ്, അല്ലേ? അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐ ആം യൂസിങ് മൈ ഫണ്ട് ബാലൻസ്. നേരത്തെ കണ്ട കേസിൽ 75-ൽ 75 മൊത്തം ഉണ്ടായി. അതിൽ 50 ഞാൻ ലോങ് ടേമിലിട്ടു, ബാലൻസ് ഒന്ന് 25 ഷോർട്ട് ടേമിലിട്ടു. ഷോർട്ട് ടേമിൽ ഇടാന്ന് പറയുമ്പോൾ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഐ ഹാവ് ഫണ്ട് ലെഫ്റ്റ് ഫോർ മൈ വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലേ? അതായത് മീ ആസ് എൻ ഓണർ
can be assured that my company is giving good support to working capital. Yes or no? ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് തിരിച്ചാക്ക്. യൂസ് only for long-term assets. Use only for long-term assets. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനത്തെ ഒരു കേസ് സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, I don't have fund. No fund for working capital. Correct? No fund for working capital and I am not giving any support. ഒരു സപ്പോർട്ടും ഇല്ല. അത് എൻ്റെ ഫണ്ട് കുറേ ബാക്കിയുണ്ട്, പക്ഷെ ഞാനത് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നില്ല. വെറുതെ ഫണ്ടായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുള്ള കാര്യമുണ്ടല്ലോ. So what I should be ideally doing is, long-term funds always maintain it in the more position. അപ്പോൾ എനിക്ക് ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടും. എങ്ങനെ? when I use it properly, optimally, wisely on long-term assets and short-term assets. കാരണം ഷോർട്ട് ടേം അസറ്റ്സിൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇടാൻ കാശുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് കാശ് ഇടാൻ ഉണ്ട് എന്ന് പറയുന്ന സ്റ്റേജിന്റെ മീനിങ് എന്താ? I can support as an owner, the fund that I have is enough and more to support my working capital also. See, long-term capital working capital വ്യത്യാസം നമുക്കറിയാലോ, നമ്മൾ പഠിച്ച കാര്യമാണ്. So I have fund to support my normal capital, that's my long-term capital and working capital. ഞാൻ നല്ല ബലവാനായി. ഐ ആം ലൈക്ക് എ വെരി ഗുഡ് പൊസിഷൻ. ഓക്കെ, ഇപ്പോൾ ഈ ഡയഗ്രം ഒക്കെ നിങ്ങൾക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണത് ഇപ്പം ഈ പറഞ്ഞ കാര്യമില്ലേ, യൂസിങ് ഇറ്റ് ഫോർ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം അസറ്റ്സ്, അത് എങ്ങനെയാണ് വരിക എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. സി, സോഴ്സസ് ആൻഡ് യൂസസ്. ഈ യൂസസിനാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് വിളിക്കും കേട്ടോ. സോ എനിക്ക് ലോങ് ടേം ഫണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, സോറി, സ്ട്രെയിറ്റ് ആയില്ല. യൂസസ് എനിക്ക് ലോങ് ടേം യൂസസും ഉണ്ട്. സേ ഇവിടെ ഒരു ബോക്സ് വയ്ക്കും, ഡിഫറെൻറ്റ് പെൻ ബോക്സ് ബോക്സ്. ഓക്കെ, ലോങ് ടേം ഫണ്ട് എനിക്ക് ഇത്രയുണ്ട്. പക്ഷേ ലോങ് ടേം യൂസസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ ലോങ് ടേം യൂസ്. മിച്ചം ബാക്കി വരുന്നൊരു ലോങ് ടേം ഫണ്ടിന്റെ ബാക്കി വരുന്നൊരു ഏരിയ ഉണ്ട്. ഈ ഏരിയ ഞാൻ എന്ത് ചെയ്യും? സർ, കളർ മാറ്റില്ല, റൈറ്റ്. ഈ ഒരു ഏരിയ എന്ത് ചെയ്യും? ഈ ഏരിയയിൽ മിച്ചമുള്ള ഫണ്ടല്ല ഇത്രയും. ഇത് ഞാൻ എന്ത് ചെയ്യും? ഇതിന് ഞാൻ സർപ്ലസ് എന്ന് പേരിട്ട് വിളിക്കും. സർപ്ലസ്, അത് എൻ്റെ മിച്ചമുള്ള ലോങ് ടേം ഫണ്ട്. ദാറ്റ് ഇസ് ഫണ്ട് ലെഫ്റ്റ് ഫോർ മൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് ഞാൻ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇടും. ഓക്കെ, ആൻഡ് മിച്ചം ഞാൻ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇടുമ്പോൾ അതിനെ ഇങ്ങനെ വിളിക്കാം, അതെ, പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആവും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കൂടുതൽ ക്യാഷ് എനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇടാൻ പറ്റി. അപ്പം എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവായി കയറി. ഇനി ഇതിൻ്റെ നേരെ ഉൾട്ടാ സിനാരിയോ നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ സോഴ്സസ്, യൂസസ്. ഓക്കെ, എനിക്ക് ലോങ് ടേം ഫണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം ഫണ്ട് ഉണ്ട്. I have my long-term uses as well. പക്ഷെ ബോക്സിന്റെ ഷേപ്പ് ഇവിടെ ചെറുതായിട്ടൊന്ന് മാറുക. ലോങ് ടേം ഫണ്ട് ഇത്രയേ ഉള്ളൂ, ബട്ട് ലോങ് ടേം യൂസസ് ഇത്രയുണ്ട്. സോ ഹൗ വിൽ ഐ മാനേജ് ദിസ് ബാലൻസ്? ഇത് എന്തായാലും എനിക്ക് മേടിച്ചാലേ പറ്റും അസറ്റ്സ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ വേറൊരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് വരും. കമ്പനി ബിക്ക് പറ്റിയ പരിപാടി. എവിടെ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് വരും? വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന്. അതായത് ഷോർട്ട് ടേം ഫണ്ടിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ശരിയല്ലേ? ഷോർട്ട് ടേം ഫണ്ട് സപ്പോസ് ടു ബി യൂസ്ഡ് ഓൺലി ഫോർ ഷോർട്ട് ടേം യൂസസ്. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന സാധനമായിരുന്നു ഞാൻ. പക്ഷെ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതായത് ദിസ് ഡെഫിസിറ്റ് ഐ ഹാവ്, ഞാനതിനെ ഫിനാൻഷ്യൽ ഒരു ഡിഫറെൻറ്റ് കമ്പോസിഷനിലേക്ക് കൊണ്ടുവന്ന് ഈ ഡെഫിസിറ്റിനെ ക്ലോസ് ചെയ്യും. എങ്ങനെ ക്ലോസ് ചെയ്യും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിടും. അത് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇങ്ങോട്ട് വരുമ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു പോകും. അവിടെ കറണ്ട് അസറ്റ്സിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാശ് എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇടും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞില്ലേ? കറക്റ്റ് അല്ലേ? കുറഞ്ഞില്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സി, വെൻ ലോങ് ടേം ഫണ്ട്സ് ഇസ് മോർ നിങ്ങൾക്ക് പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷെ വെൻ ലോങ് ടേം ഫണ്ട്സ് ഇസ് ലെസ് നിങ്ങൾക്ക് നെഗറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് ഒന്നും കൂടെ പറയാനാണെങ്കിൽ നമുക്കാണ് ഇങ്ങനെ പറയാം. ഈ പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ?
കറണ്ട് അസറ്റ്സ് ഗ്രേറ്റർ ദാൻ കറണ്ട് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ കറണ്ട് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രേറ്റർ ദാൻ പ്രീവിയസ് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലേ? യെസ് ഓർ നോ? വേറാസ് നെഗറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതേപോലെ പറയണമെങ്കിൽ കറണ്ട് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ ലെസ് ദാൻ പ്രീവിയസ് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് എപ്പോഴാണ് നെഗറ്റീവ് ആവണേ? എപ്പോഴാണ് കറണ്ട് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു പോണേ? നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിലെ ക്യാഷും എടുത്ത് ഡെഫിസിറ്റ് തികയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മളിൽ ഇല്ലാണ്ടായി പോവാണ്. വർക്കിംഗ് ക്യാപിറ്റലിലെ ക്യാഷ് എടുത്ത് ഞാൻ എൻ്റെ ലോങ് ടേം യൂസിന് വേണ്ടി എടുക്കാൻ കൊണ്ടുപോയി. ഇപ്പം എന്തു പറ്റി? എൻ്റെ കറണ്ട് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു പോയി. പക്ഷേ എപ്പോഴാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാവണേ? എപ്പോഴാണ്? നമ്മളിൽ ലോങ് ടേം ഫണ്ട് കൊണ്ട് ലോങ് ടേം യൂട്ടിലൈസേഷൻ മാത്രമല്ല, മിച്ചം വന്നത് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇടാൻ പറ്റി. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഇടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കറണ്ട് അസറ്റ്സിലേക്ക് ഇടാൻ പറ്റി. കറണ്ട് അസറ്റ്സിലേക്ക് ഇടാൻ പറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ കയറി. മനസ്സിലായോ? അത് എപ്പോഴും മൈൻഡിൽ വേണേ. ലോങ് ടേം ഫണ്ട് മോർ പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് ആ വർഷം ലോങ് ടേം ഫണ്ട് കൂടുകയാണെങ്കിൽ ആ വർഷത്തെ കറണ്ട് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി ഗ്രേറ്റർ ദാൻ പ്രീവിയസ് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ. തിരിച്ചാണെങ്കിലോ, ലോങ് ടേം ഫണ്ട് കുറവാണെങ്കിലോ, ദാറ്റ് ഇസ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. ആ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് ആവണത്? ഇപ്രാവശ്യത്തെ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഞാൻ ആ ക്യാഷ് എടുത്ത് ലോങ് ടേം ഫണ്ടിൽ കൊണ്ടുപോയി ലോങ് ടേം ഫണ്ട് തികയാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ എൻ്റെ കറണ്ട് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ വെൻ ലെസ്സർ ദാൻ പ്രീവിയസ് ഇയർ വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ? യെസ് ഓർ നോ? സിമ്പിൾ അല്ലേ? യാ. So this is the diagrammatic explanation for fund flow analysis. Okay. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ള? Let me quickly go to my module. Identifying sources and uses of fund. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, ഐഡന്റിഫൈങ് സോഴ്സസ് ആൻഡ് യൂസ് ഓഫ് ഫണ്ട്സ്. സി, സോഴ്സ് ആൻഡ് യൂസ് ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞു. സോഴ്സ് ആൻഡ് യൂസ് ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓൾ ലോങ് ടേം. നമ്മൾ ലോങ് ടേമിനെ കുറിച്ചാണ് ഫണ്ട് എന്ന് പറയുമ്പോൾ ലോങ് ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ലോങ് ടേം സോഴ്സ് അത് കൂടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കമ്പനിയിലേക്ക് ക്യാഷ് വരുന്നു, ലൈക്ക് ഇൻഫ്ലോ ഇസ് ഹാപ്പനിങ്, അല്ലേ? ലോങ് ടേം ഞാൻ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ലോങ് ടേം സോഴ്സ് കൂടി, ഷെയർ കൂടുമ്പോൾ എന്ത് പറ്റും? കമ്പനിയിലേക്ക് ഫണ്ട് വരും. ഇനി ലോങ് ടേം സോഴ്സ് കുറയാന്ന് പറഞ്ഞാലോ, അതിൻ്റെ അർത്ഥം എന്താ? കമ്പനിയിൽ നിന്ന് ക്യാഷ് പോകുന്നു, അല്ലേ? ഇനി ലോങ് ടേം യൂസ് നമുക്ക് നോക്കാം. ലോങ് ടേം യൂസ് കൂടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഞാൻ ലോങ് ടേം അസറ്റ്സ് 4 മേടിച്ചു, 2 പ്ലോട്ട് ലാൻഡ് മേടിക്കുമ്പോൾ എന്ത് പറ്റും? കയ്യിൽ നിന്ന് ക്യാഷ് പോകും. പക്ഷേ ലോങ് ടേം യൂസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന ലോങ് ടേം അസറ്റ്സ്, എൻ്റെ 2 ലാൻഡ് ഞാൻ വിറ്റു. 2 ലാൻഡ് വിൽക്കുമ്പോൾ എന്ത് പറ്റും? കയ്യിലേക്ക് ക്യാഷ് വരും, അല്ലേ? സി, ഈ റിലേഷൻ കണ്ടോ? ലോങ് ടേം സോഴ്സ് കൂടുക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ ആണ്. ലോങ് ടേം യൂസ് കുറയാന്ന് പറഞ്ഞാലാണ് ഇൻഫ്ലോ. മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ഈ റിലേഷൻ മൈൻഡിൽ എപ്പോഴും വെക്കുക. ഓക്കെ, നൗ ഐ വിൽ ഡു വൺ മോർ തിങ്. ഞാൻ കുറച്ച് ഈ ലോങ് ടേം സോഴ്സസിൻ്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ, എനിക്ക് എക്സാമ്പിൾസ് തരാം. എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ തന്നെ പറ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വെൻ യു ആർ അനലൈസിങ്, നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഈവൻറ്റ് ഞാൻ പറയാം. അതിൽ എന്താണ് സംഭവിക്കുന്നത്? ഇസ് ഇറ്റ് ആൻ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ എന്നുള്ളത് പറയുക. ഓക്കെ, ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. എന്താ സംഭവിക്കുന്നത് അവിടെ? ഉറപ്പാണ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫണ്ട് കമ്പനിയിലേക്ക് വരും. അതായത് നമുക്കൊരു ലോങ് ടേം സോഴ്സായി, അല്ലേ? ബൈബാക്ക് ഓഫ് ഷെയർ ക്യാപിറ്റൽ. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ പറയും എന്താ സംഭവിക്കുന്നത്? കയ്യിൽ നിന്ന് നമ്മുടെ ഷെയർസ് നമ്മൾ തിരിച്ച് വാങ്ങുകയാണ്. അപ്പോൾ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്, ഫണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ദാറ്റ്സ് ആൻ ഔട്ട്ഫ്ലോ, അല്ലേ? ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ സോഴ്സ് അല്ല, ഇറ്റ് ഇസ് ലോങ് ടേം യൂസ്. കറക്റ്റ്? യെസ്. അതേപോലെ തന്നെ ലോങ് ടേം ലോൺ ബോറോയിങ്. ലോൺ ബോറോ ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ലോൺ അപേക്ഷ അല്ലെങ്കിൽ ലോൺ സാങ്ഷൻ ചെയ്യും, നമുക്ക് ലോൺ കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഫണ്ട് വരും, അല്ലേ? സോ ഇറ്റ്സ് എ ലോങ് ടേം സോഴ്സ്. അപ്പോൾ ഈ ലോൺ ക്ലോസ് ചെയ്യുമ്പോഴോ, ലോൺ റീപേ ചെയ്യുമ്പോഴോ, കയ്യിൽ നിന്ന് ആ ക്യാഷ് പോകും, ഫണ്ട് പോകും, ലോങ് ടേം യൂസും നടക്കും, അല്ലേ? അപ്പം എങ്ങനെ അനലൈസ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ഞാൻ 2-3 സാധനങ്ങൾ ഇവിടെ എഴുതിയിടാം. ഞാൻ എൻ്റെ ആൻസർ എഴുതില്ല. ഐ വോണ്ട് യു ഗൈസ് ടു വർക്ക് ഓൺ യുവർ ഓൺ. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് സോൾഡ്
ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ്ഡ്, ഫിക്സ്ഡ് അസറ്റ് സോൾഡ്, ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ്ഡ്. ഇതിനെന്താ വരിക എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതുക. നിങ്ങൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്ത് ഇതിനെന്താ ആൻസർ വരുന്നുള്ളത് പറയാൻ. ഇഫ് യു ഗെറ്റ് ദി ആൻസർ പ്ലീസ് മെൻഷൻ ഇൻ ദ കമന്റ്സ് ആസ് വെൽ. ഓക്കെ, ഇനി കറണ്ട് അസറ്റ്സിന്റെ നോക്കാം. കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്. സി, വർക്കിംഗ് ക്യാപിറ്റൽ കൂടി, ഇത് കുറച്ച് ട്രിക്കിയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടി, വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ. ദിസ് ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ, കറക്റ്റ്? യാ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? തൊട്ട് മുമ്പ് പോ. വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? എവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയത്? ഇവിടെ കൂടിയത്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ലോങ് ടേം ഫണ്ട് കൂടുതലായിരുന്ന കേസാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ കൂടാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ലോങ് ടേം ഫണ്ടിനെ നമ്മൾ സർപ്ലസ് ആയിട്ട് അവിടെ കൊണ്ട് യൂസ് ചെയ്തു, അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയത് എങ്ങനെയാണ്? എൻ്റെ ലോങ് ടേം ഫണ്ട് അവിടെ കൊണ്ടുവന്ന് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ലോങ് ടേം ഫണ്ടിനെ സംബന്ധിച്ച് ഇത് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? ഔട്ട്ഫ്ലോ ആണ്, അല്ലേ? ഇറ്റ്സ് എ ലോങ് ടേം യൂസ്. ഇസ് ദർ എനി ഡൗട്ട് ദർ? ഇസ് ദർ എനി ഡൗട്ട് ദർ? നത്തിങ്. ഇറ്റ്സ് എ യൂസ് ഓഫ് ഫണ്ട്, അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്ന് പറയുമ്പോഴോ ഇതിനെ സത്യം പറഞ്ഞ ഇൻഫ്ലോ എന്ന് വിളിക്കാൻ പറ്റില്ല. കയ്യിലേക്ക് ക്യാഷ് വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഡൈവേർഷൻ ഓഫ് ഫണ്ട് എന്ന് പറയാം. ഇൻഫ്ലോ എന്ന് പറയും, പക്ഷേ കാരണം എന്താ ഇൻഫ്ലോ എന്ന് പറയുന്നതുകൊണ്ടാ നമ്മുടെ ലോങ് ടേം ഫണ്ടിലേക്ക് നമ്മൾ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട്, ഇപ്പോൾ എൻ്റെ ഈ ബാങ്ക് അക്കൗണ്ട് വർക്കിംഗ് ക്യാപിറ്റലായിരുന്നു, ഇവിടുന്ന് ക്യാഷ് എടുത്ത് തന്നെ ഇതിലേക്ക് ഇട്ടു. സത്യം പറഞ്ഞാൽ എൻ്റെ ക്യാഷ് കൂടിയൊന്നുമില്ല, പക്ഷേ ഇവിടുത്തെ ഫണ്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യുക ചെയ്തത്. പക്ഷേ ഇതിനെ മാത്രം നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ഇൻഫ്ലോ ഓഫ് ഫണ്ട്, അല്ലേ? പക്ഷേ ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഡൈവേർഷൻ ഓഫ് ഫണ്ട്. ആൻഡ് ദാറ്റ്സ് എ ലോങ് ടേം സോഴ്സ്. കാരണം ഇത് വെച്ച് എൻ്റെ ലാൻഡും ബിൽഡിംഗ് ഒക്കെ മേടിക്കാൻ വെച്ചേ. അപ്പോൾ എൻ്റെ ലാൻഡും ബിൽഡിംഗ് മേടിക്കാനായിട്ട് ഒരു പുതിയൊരു സോഴ്സും കൂടിയായി. എവിടെ ഈ സോഴ്സ് വന്നേ? എൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ എടുത്തിട്ടു. ക്ലിയർ? യെസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. ഐ തിങ്ക് എനിക്ക് ഈ വീഡിയോയിൽ പറയേണ്ട എല്ലാം കവർ ചെയ്തു എന്ന് ഞാൻ തോന്നുന്നു. ജസ്റ്റ് നോട്ട് ആസ് വെൽ കവർ ചെയ്തു. യെസ്. സോ ഐ എം അസ്യൂമിങ് നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി എന്താണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്, അതിൻ്റെ ബേസിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഹൗ ടു ഐഡന്റിഫൈ എ സോഴ്സ് ആൻഡ് യൂസ് എന്നുള്ളത്. യെസ്, ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സോഴ്സ് യൂസ് ഐഡന്റിഫൈ ചെയ്തില്ലേ? ദിസ് ഇസ് ഫോർ യു ടു ഫൈൻഡ് ഔട്ട്. ദിസ് ഇസ് സോഴ്സ് ആൻഡ് യൂസ്. ഐഡന്റിഫൈ ചെയ്തില്ലേ? അപ്പോൾ ഇനി ഐഡന്റിഫൈ ചെയ്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഐഡന്റിഫൈ ചെയ്ത സാധനത്തിനെയൊക്കെ ഈ അനാലിസിസിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരും. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രക്ചർ ഉണ്ട്. ഈ അനാലിസിസിനെ ആ സ്റ്റെപ്പിലേക്ക് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഫണ്ട് ഫ്ലോ അനാലിസിസ് റെഡി. അത് ഐ വിൽ ടീച്ച് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. So if you have any doubt or if you have any suggestion or anything, any feedback, any query, please feel free to reach out. Please use the comment box, comment your thoughts, comment your some inferences from my lessons. കാരണം നിങ്ങൾ അങ്ങനെ ഇടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വെരി മോട്ടിവേറ്റിംഗ് ഫോർ മീ ടു മൂവ് ഫോർവേഡ്. ഇനി ഇങ്ങനെ വീഡിയോ ഇടാനായിട്ട്. ആൻഡ് ഇഫ് ദർ ഇസ് എനി പെർട്ടിക്കുലർ ടോപ്പിക് ഓർ പെർട്ടിക്കുലർ വീഡിയോ ദാറ്റ് യു വോണ്ട് മീ ടു പുട്ട് ഇൻ ഇമ്മീഡിയറ്റ് അർജൻസി അങ്ങനെ ഉണ്ടെങ്കിൽ അതും പറയാം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ആഡ് ഇറ്റ് ആസ് വെൽ. ഞാൻ ഉറപ്പ് പറയുന്നില്ല എത്ര വീഡിയോസ് നിങ്ങൾ റിക്വസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഐ എം ഓൾറെഡി ഇൻ എ ഷെഡ്യൂൾ. പല വീഡിയോസും ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നിങ്ങളുടെ റിക്വസ്റ്റ് എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, സോ ഐ തിങ്ക് ഐ കവർഡ് എവറിത്തിങ്. ഒരു കാര്യം കൂടെ. What I say always while I finish off a video, if you liked my video, please show me some love. Like, share, subscribe. Friends-നെ അയച്ചു കൊടുക്കുക. You have friends studying in different places. Send it to them. Also, I am doing the complete series in English as well. പക്ഷെ അത് എന്ന് തീരും, എന്ന് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അറിയില്ല. മൈ ടാർഗറ്റ് ഇസ് October 24th ചെയ്ത് തീർക്കാനായിട്ട്. I'll do my level best to finish it off. But yeah, in the meanwhile, show me some love. Like, share, subscribe, comment, bring some traffic into my YouTube channel. Yeah. So, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And not delaying it any further, this is Nishant Raghunath signing off from Kaido's Financial Management Bootcamp. Goodbye.